നല്ല മഴയായിരുന്നു ഗൈസ്. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ മഴ കഴിഞ്ഞ് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയത് ഗൈസ്. 6:30 സമയം. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ് ഗൈസ്. 15. ഈ ആഴ്ച അത് 12, നാളെയൊക്കെ 12ലേക്ക് പോകുന്നതാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. എല്ലാവരും ഹുഡിയും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ. അത്യാവശ്യം ആ മഴ കൊണ്ടുള്ള തണുപ്പാണ്. കണ്ടിന്യൂസ്ലി മഴ പെയ്തു. ആ മഴ കൊണ്ട് നമുക്കിവിടെ ക്ലൈമറ്റ് മൊത്തത്തിൽ എന്തായിട്ടുണ്ട്, തണുപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയാണ്. നമ്മൾ ആൾ കൂടി 5 പേരുണ്ട് നടക്കാൻ. എല്ലാവർക്കും മടുപ്പ് തുടങ്ങി ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ നോർമൽ ടെമ്പറേച്ചറാണ്. നമ്മൾ വാക്കിങ്ങിന് ഇറങ്ങിയാണ്. ഓക്കെ, കുറച്ച് ടീം ഇവിടെ ഫുട്ബോൾ കളി സെറ്റാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ കളി. അപ്പോൾ നമ്മൾ നമ്മളെ പ്ലേ ഗ്രൗണ്ടാണ്. ആക്ച്വലി ഇതൊരു കാർ പാർക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ വീക്കെൻഡ്സ് ആകുമ്പോൾ നമ്മളെ ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള് എല്ലാ ബോളും നമ്മൾ ഇവിടുന്ന് കളിക്കാറുണ്ട് ഗൈസ്. നമ്മളൊരു പ്ലേ ഗ്രൗണ്ടാണ്. പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, അത് ആശാൻ കളി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൈസ്. ഈ ആശാനാണ് ഫുൾ പരാജയമാണ് ആശാൻ. പക്ഷേ എന്തോ പുതിയ കളി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത സാധനം വാട്ട് ഇസ് ദിസ്? ഓ, കഴുത കളിയാണ് ഗൈസ്. ഇവിടെ ഇത് ബോള് നിലത്ത് വീഴുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തിൽ അടുത്ത കുത്താൻ മതി. 2 തുള്ളലിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ ടച്ച് ചെയ്യണം ഗൈസ്. ഒരു റൗണ്ട് വരയ്ക്കും ഗൈസ്. ഒരു റൗണ്ട് വരച്ചാലേ ആ കളിക്ക് ഒരു അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ കളി തുടങ്ങി ഗൈസ്. ആ ബോൾ പിടിച്ചു നിൽക്കുന്നതാണ് ഗൈസ് മനുവേട്ടൻ. ഇത് ഷിയാബ്ക്ക, ഇത് ലിബിൻ ചേട്ടൻ, അപ്പുറത്ത് നിൽക്കുന്നത് ഷാൽജോ, ഇത് നമ്മുടെ ആശാൻ രാഹുലേട്ടൻ. പിന്നെ ബാക്കിൽ നമ്മളെ കമ്പനിയും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീക്കെൻഡ് ഗ്രൗണ്ടാണ് ഗൈസ്. വീക്കെൻഡ് ഗ്രൗണ്ട്. നല്ല തണുത്ത കാറ്റാണ് ഗൈസ്. ഗൈസ് മെമ്പേഴ്സ് കൂടിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ സ്ലോവേനിയൻ ടീമിൽ ആൾ കൂടിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് അത്യാവശ്യം എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. അല്ല, ഇവരൊക്കെ ഇവിടെ അവൈലബിൾ തന്നെയാണ് ഗൈസ്. എത്ര പേരായിട്ടുണ്ട്? 6 പേരായി. ലിബിൻ ചേട്ടൻ നടക്കാൻ പോയി. 4-8 പേരുണ്ട് ടോട്ടൽ. നമുക്ക് ഒന്ന് ഡോങ്കി കളിക്കാം. ഡോങ്കി ഒരു ഏരിയ കൊടുക്കുക. ഒരു ഏരിയ ഗൈസ്. ഒരു ഏരിയ. നമ്മളെ നാട്ടിലെ നടുക്കുള്ള കളി ഗൈസ്. സമയം 7 മണിയായിട്ടോ ഇവിടെ. ഏകദേശം വൈകുന്നേരം 7 മണിക്കും ഇവിടെ പകലാണ്. പകൽ മാറുന്നേ ഉള്ളൂ. ബോൾ എന്നെ തേടി വന്നിരിക്കുകയാണ് ഗൈസ്. ബോൾ എന്നെ തേടി വന്നിരിക്കുകയാണ്. അപ്പം ഒന്നും മിക്കവാറും നടത്തുന്നുണ്ടാവില്ല ഗൈസ്. നടത്തുന്ന കളിയിലേക്ക് വഴി മാറിയിരിക്കുകയാണ്. നമ്മൾ ഈവനിങ് വാക്കിന് ഇറങ്ങിയതായിരുന്നു. മിക്കവാറും ഇന്ന് ഈവനിങ് വാക്ക് മാറി നമ്മൾ പ്ലേയിങ്ങിലേക്ക് മാറും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനും കളിക്കാൻ പോകും ഗൈസ്. 2 മിനിറ്റ് വീഡിയോ കൂടെ ആവട്ടെ. നമുക്ക് കളിക്കാൻ ഇറങ്ങാം. ഇന്നലെ നമ്മൾ കളിച്ചു. ഇന്നലെ രാത്രി, ഇന്നലെ വൈകുന്നേരം നമ്മൾ 5 പേരുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്കൊരു എക്സസൈസാണ്. നടക്കുന്നതിനെക്കാട്ടും എക്സസൈസാണ് കളിക്കുമ്പോൾ. നടക്കുകയാണെങ്കിൽ നമ്മളൊരു 4-8 കിലോമീറ്റർക്ക് ഒരു ദിവസം നമ്മൾ നടക്കും ഗൈസ്. വിനയ് അടിപൊളി പ്ലെയറാണ് ഗൈസ്. വിനയ് അത്യാവശ്യം എല്ലാ കളിയും കളിക്കുന്നത്. വോളിബോൾ, ഷട്ടിൽ, ഫുട്ബോൾ നല്ല പ്ലെയറാണ്. എല്ലാവരും നല്ല പ്ലെയർ ആയിരിക്കും. പക്ഷേ വിനയനെ നമ്മൾ കണ്ടിട്ട് നല്ല പ്ലെയറായി മനസ്സിലാക്കി. ഇതാണ് ഗൈസ് ഇത് നമ്മളെ 3 ഒരു ബിൽഡിങ്ങാണ്. നമ്മളെ ബോസ്നിയക്കാർ താമസിക്കുന്നതാണ് നമ്മളെ കമ്പനീൻ്റെ. അത് നമ്മളെ വർക്ക്ഷോപ്പാണ്. ഇത് നമ്മളെ ഒരു പാർക്കിംഗ് ആണ്. ഇത് നമ്മളെ നമ്മുടെ പഴയ ട്രക്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പഴയ കുറേ റിപ്പയറിങ് ട്രക്സ്. ഇത് നമ്മൾ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഏരിയ.
ഇനി ഇതേപോലെ തന്നെ നമ്മളെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ, അതായത് ബിഗ് 11 എന്നാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ് നമ്പർ. ബിഗ് 11. ഇത് ബിഗ് 9 ആണ്, മറ്റേ ബിഗ് 10 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ ബിക്കിൻ്റെ ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റാറില്ല. അതാണ് ബിക്ക് ഉണ്ട് അവിടെ, വില്ലേജിൻ്റെ ഒരു ബിക്ക് എഴുതിയ ബോർഡ് അവിടെ ഉണ്ട്. അത് റോഡാണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക് നമ്മളെ ഏറ്റവും എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു 200 മീറ്റർ ഡിഫറൻസിലാണ് നമുക്ക് ഏറ്റവും വരുന്നത്. നമ്മൾ ഹൈവേന് ചേർന്നുകൊണ്ടാണ് ഗൈസ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, ഇനി ഞാനും കളിക്കാൻ പോവാണ് ഗൈസ്. വീഡിയോ നിർത്തണം ഗൈസ്. ഓക്കെ.